രണ്ട് സന്ദർഭങ്ങളിൽ ഒളിമ്പിക്സിൽ ഹോൺ അല്ലെങ്കിൽ സമാനമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സിഗ്നൽ ആധുനിക ഒളിമ്പിക്സിലെ പല മത്സരങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദ സിഗ്നലിലൂടെയാണ്. നീന്തൽ മത്സരങ്ങൾ ആരംഭിക്കുവാൻ ഉപയോഗിക്കുന്നത് ഹോൺ അഥവാ മുഴങ്ങുന്ന ഒരുതരം ശബ്ദമാണ്. സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകളിൽ ഇയർ ഫോണുകളിലൂടെയോ സ്പീക്കറിലൂടെയോ എല്ലാ കായിക താരങ്ങൾക്കും ഒരേ സമയം ഈ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നു. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ ഹോണിന് പകരം സ്റ്റാർട്ടിംഗ് വെടിയൊച്ചയാണ് ഉപയോഗിക്കുന്നത്. പുരാതന ഒളിമ്പിക്സിലെ പങ്ക്. പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സിലും കാഹളം മുഴക്കുവാനുള്ള ഹോൺ ഉപകരണങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കാണികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും വിജയികളെ പ്രഖ്യാപിക്കുന്നതിനും വിളംബരം ചെയ്യുന്നവർക്കൊപ്പം ട്രംപറ്റ് വായിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇവർക്കായി പ്രത്യേക മത്സരങ്ങളും പുരാതന ഒളിമ്പിക്സിൽ നടന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സവിശേഷതകൾ. കേരളീയതയുടെ പ്രതീകമാണ് കപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാഹളം മുഴക്കുന്ന തനത് സംഗീത ഉപകരണമായ കൊമ്പ് ആണ് കപ്പിലെ പ്രധാന പ്രതീകം. ഒപ്പം സ്പോർട്സിൻ്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്ന ദീപശിഖയും കപ്പിൻ്റെ ഭാഗമാണ്. 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള 14 വളയങ്ങൾ, 14 ആനകൾ, ഇൻക്ലൂസീവ് സ്പോർട്സിന് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന 14 കായിക ഇനങ്ങൾ എന്നിവ കപ്പിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്ഥിരം ലോഗോയും കപ്പിൽ പതിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികളിലൂടെ മലബാർ ഗോൾഡ് ആണ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. 117.5 പവൻ, അതായത് 940.24 ഗ്രാം ആണ് സ്വർണത്തിൻ്റെ മൊത്തം തൂക്കം. 22 കാരറ്റ് BIS 916 ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിലാണ് നിർമ്മാണം. തേക്കിൽ പണിതീർത്ത പീഠത്തിൽ ബാസ് പ്ലേറ്റിങ്ങിൽ കേരള സ്കൂൾ കായികമേള എന്നും ദി ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 4.37 കിലോഗ്രാമാണ് മൊത്തം ഭാരം. കപ്പിന് ലൈഫ് ലോങ് സൗജന്യ മെയിൻ്റനൻസും 1 വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷയും നിർമ്മാതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീ അഖിലേഷ് അശോകനാണ് ഈ മനോഹരമായ കപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിനായി നാളെ ഒക്ടോബർ 27-ന് തലസ്ഥാന നഗരിയിൽ വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതാണ്. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിക്കും. ആദ്യം ചെണ്ടമേളവുമായി വാഹനം, തുടർന്ന് കപ്പിൻ്റെ പ്രൊമോ വീഡിയോ പ്രദർശിപ്പിക്കുന്ന LED വാഹനം, അനൗൺസ്മെൻറ്റ് വാഹനം എന്നിവ അണിനിരക്കും. ഇവയ്ക്ക് പിന്നിലായി സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വാഹനവും അതിന് അകമ്പടിയായി 500 ബൈക്കുകളും അണിചേരും. ഘോഷയാത്ര പാളയത്തെത്തുമ്പോൾ 500 സ്കൂൾ കുട്ടികൾ കൂടി ഘോഷയാത്രയുടെ ഭാഗമാകും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഘോഷയാത്ര സമാപിക്കുമ്പോൾ കപ്പ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഔദ്യോഗികമായി കൈമാറും. തുടർന്ന് കപ്പ് സുരക്ഷിതമായി ട്രഷറിയിൽ സൂക്ഷിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കിഴക്കേക്കോട്ടയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് ഓവർബ്രിഡ്ജ്, തമ്പാനൂർ, ആര്യശാല, കിള്ളിപ്പാലം, കരമന, കുഞ്ചാലമൂട്, പൂജപ്പുര, ജഗതി, DG ഓഫീസ്, വഴുതക്കാട്, വെള്ളയമ്പലം, മ്യൂസിയം. വൈകുന്നേരം 4 മണിക്ക് പാളയത്ത് എത്തിച്ചേരും. അവിടെ 500 വിദ്യാർത്ഥികൾ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കും. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് സെക്രട്ടേറിയറ്റ് വഴി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. ഒക്ടോബർ മാസം 28-ന് വൈകുന്നേരം 4 മണിക്കാണ് കായികമേളയുടെ സമാപന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ജേതാക്കൾക്ക് സമ്മാനിക്കും. തുടർന്ന് കുട്ടികൾ നയിക്കുന്ന ഏതാണ്ട് 2000-ഓളം വരുന്ന കുട്ടികൾ നയിക്കുന്ന വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. കായിക കേരളത്തിന് ആവേശം പകരുവാൻ ഈ പുതിയ തുടക്കത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നമ്മുടെ മേളയുടെ ഉദ്ഘാടനം തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം സഹകരിച്ച് നിൽക്കുന്നവരാണ്. പ്രതികൂലമായിട്ടൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കൊണ്ടും ഒക്കെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് ഗൗരവമേറിയ ഒരു പരാതിയും വന്നിട്ടില്ല. വളരെ അത്യപൂർവമായിട്ടുള്ള ചില പരാതികൾ വന്നിട്ടുള്ളതല്ലാതെ ഭക്ഷണത്തിനെ പറ്റിയായിരുന്നാലും, അക്കോമഡേഷനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും, റിസപ്ഷനെ സംബന്ധിച്ചായിരുന്നാലും, മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും അങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു പരാതിയും പിന്നെ വന്നിട്ടില്ല. ഒരു പരാതിരഹിത സ്കൂൾ ഒളിമ്പിക്സ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ തന്നെ, ഞാനൊന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് നമ്മുടെ ഭക്ഷണപ്പുരയിൽ നിന്നാണ്. ഇത്രയും ഒരു രുചിയുള്ള ടേസ്റ്റുള്ള ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ എൻ്റെ അടുത്തിരുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു, അവർ സാധാരണ കായിക താരങ്ങളൊന്നും ഈ ഉച്ചയ്ക്ക് ഒക്കെ അവർക്ക് വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. വളരെ കുറച്ച്. ചില കുട്ടികളൊക്കെ ജ്യൂസ് കഴിച്ച് മാത്രം നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതവർ എത്ര നിയന്ത്രിച്ചെനിക്ക് അവർ നിൽക്കാൻ പറ്റത്തില്ല. രുചി കൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മേളയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ചില ആൾക്കാർക്ക് ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടായിരുന്നു. ചിലരൊക്കെ ചോദിച്ചിരുന്നു, ട്രോഫി കാണാനില്ല എന്നൊക്കെ ചില പത്രങ്ങളിൽ ഇങ്ങനെ കോണിൽ എഴുതിയിരുന്നു. ഞാൻ പിന്നെ അത് പോസിറ്റീവായിട്ട് മാത്രമേ അതിനെ എടുത്തുള്ളൂ. മറ്റേ ഒരു സെക്കൻഡ് കൂടെ. പിന്നെ ഒരു കാര്യം, ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോലീസ് സ്റ്റേഡിയത്ത് 2 ദിവസമായിട്ടുള്ള ഓട്ടം അത് കാണുന്നതിന് വേണ്ടി പോയിരുന്നു. പല കായിക താരങ്ങൾക്കും സ്വന്തമായി വീടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്ഥലമുണ്ട്, വീടുണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾക്കൊന്നും കിടക്കാൻ പറ്റുന്ന നിലയിലുള്ള വീട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അവരെല്ലാം പലരും നമ്മുടെ ലൈഫ് പദ്ധതിയിലെ ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ പുറകെയാണ് നിൽക്കുന്നത്. കായിക താരങ്ങൾക്ക് പ്രത്യേക റിസർവേഷനൊന്നും ഇല്ലല്ലോ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ പുറകെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ എടുത്തിരുന്നു. ഞാനും വിദ്യാഭ്യാസ ഡയറക്ടർ വാസുകി IAS അവരെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ തീരുമാനം എടുത്ത അവസരത്തിൽ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി. ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റെക്കോർഡ് നേടിയവരുമുണ്ട്. ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയയ്ക്ക് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് വെച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. അത് ഞാൻ ഇന്നലെ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ചെയർമാൻ ഞാനാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഞാനപ്പോൾ അവിടെ സ്റ്റേഡിയത്തിൽ ഇരുന്ന് എന്നെ വിളിച്ച് അപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്തതാണ്. ഇത്തരത്തിൽ നിരവധി പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 50 വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം. ഇതിനായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പദ്ധതിയിൽ വീട് വെച്ച് നൽകുവാൻ താല്പര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ കൈത്താങ്ങാകും. എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരു 3 മാസത്തിനകം അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. എന്നും ഇത് ഈ 2nd എഡിഷൻ സ്കൂൾ ഒളിമ്പിക്സ് ഓർമ്മിക്കുവാൻ ഇത് കഴിയട്ടെ എന്ന് തോന്നുന്നു.
ഇന്നലെ പല കുട്ടികളുടെയും ഒരു സ്ഥിതി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. നമുക്ക് നോക്കാം, അത് പരിശോധിച്ച് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ നമ്മളിത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്, ഒരുപാട് ചെറിയ കാര്യങ്ങൾ ഇടുന്നുണ്ട്. ഉദാഹരണം, ഇപ്പോൾ ഒരു ടീം കളിക്കാൻ ഇറങ്ങുമ്പോൾ കളിക്കാൻ ആരിറങ്ങണം എന്ന് സംബന്ധിച്ചോ തീരുമാനിക്കേണ്ട കോച്ചും മാനേജറുമാണ്. എൻ്റെ മോളെ ഇറക്കിയില്ല, മനഃപൂർവ്വമാണ് ഇറക്കാത്തത് എന്ന് പറഞ്ഞൊക്കെ ഉള്ള പരാതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് കുറച്ച് ചില കാര്യങ്ങളിൽ ഒന്നുകൂടെ സ്പോർട്സ് മാനുവൽ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളിൽ തന്നെ സ്കൂൾ മുതൽ ഇത് തുടങ്ങുകയാണ്. സ്കൂൾ മുതൽ നമുക്ക് കുറ്റമറ്റതായി ഇത് നടത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്ക് വരുന്നതിന് വേണ്ടിയുള്ള കാശ് കൊടുക്കാത്ത ചില സ്കൂൾ പ്രിൻസിപ്പൾമാരും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുക്കാത്ത പ്രിൻസിപ്പൾമാർ അല്ലെങ്കിൽ തന്നെ ആ കുട്ടികളായിട്ട് നിരവധി പ്രാവശ്യം യാത്ര ചെയ്യിപ്പിക്കും. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഈ സ്പോർട്സ് മാനുവൽ നമുക്ക് പുതുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞതിൽ സ്വർണം നേടിയ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് എന്നുള്ള നിലയിലാണ്. സ്വർണം നേടിയ അർഹരായിട്ടുള്ള കുട്ടികൾ ഇന്ത്യൻ നിയമം അനുസരിച്ചാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയെയും ശാരീരികമായോ മാനസികമായോ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ല. ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ ഇനി പറയുന്നവയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009, വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ 17 ഇത് വ്യക്തമായി ഈ കാര്യങ്ങളെ നിരോധിക്കുകയാണ്. സെക്ഷൻ 17 പറയുന്നത് ഒരു കുട്ടിയെയും ശാരീരിക ശിക്ഷയ്ക്കോ മാനസിക പീഡനത്തിനോ വിധേയമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. സെക്ഷൻ 17 പറയുന്നത് ഈ വ്യവസ്ഥ ലംഘിക്കുന്ന ഏതൊരാളും അധ്യാപകർ ഉൾപ്പെടെ അവർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾക്കനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കും. ബാലനീതി നിയമം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 ഈ നിയമം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. സെക്ഷൻ 75 കുട്ടികളോടുള്ള ക്രൂരത. ഒരു കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ഏതൊരാളും, അത് അധ്യാപകനോ രക്ഷിതാവോ ഹോസ്റ്റൽ വാർഡനോ ആകാം, കുട്ടിയെ മനഃപൂർവ്വം ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അത് ഈ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. കുട്ടികളെ ശിക്ഷിക്കുന്നത് നിയമവിരുദ്ധം മാത്രമല്ല, അത് അവരുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. ശിക്ഷയ്ക്ക് പകരം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോസിറ്റീവ് ഡിസിപ്ലിൻ രീതികൾ അവലംബിക്കുകയാണ് നിയമവും വിദ്യാഭ്യാസ വിദഗ്ധരും നിർദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികളെ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ചൂരൽ പ്രയോഗം നടത്തിയല്ല നന്നാക്കേണ്ടത്. കുട്ടികളെ അവരുടെ ഈ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉപദേശവും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ഇൻക്ലൂസീവ് ഫുട്ബോളിൽ 2ാം സ്ഥാനം നേടിയ പാലക്കാട് ടീമംഗമായ ഹാഷിമിൻ്റെ മെഡലും മരുന്നുകളും അടങ്ങിയ സ്കൂൾ ബാഗ് കായികോത്സവ വേദിയിൽ നഷ്ടമായി എന്ന വാർത്ത പുറത്തു വന്നു. അത് ഞാൻ ഹാഷിമിൻ്റെ അമ്മയും ഹാഷിമിനെ ഇപ്പം ഞാൻ ഫോൺ ചെയ്തു. പാലക്കാടാണ് ടീമംഗങ്ങൾ. രാത്രി സമ്മാന വിതരണം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ബാഗുമായി പട്ട സ്കൂളിൻ്റെ ബസ്സിൽ കയറുമ്പോഴാണ് മെഡലും ബാഗും ഹാഷിമിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പുത്തരിക്കണ്ട മൈതാനിയിൽ എത്തി ഭക്ഷണം കഴിച്ച് മടങ്ങാൻ പാലക്കാട് ബസ്സിൽ കയറിയപ്പോൾ ബാഗ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഹാഷിമിന് പകരം മെഡൽ നൽകുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പകരം മെഡൽ കൊടുക്കാൻ അവരെ വിളിച്ച് ഞാൻ ഹാഷിമിൻ്റെ അമ്മയോടും ഹാഷിമിനോടും പറഞ്ഞു. എന്നാൽ മരുന്ന്, ഇൻഹൈലർ തുടങ്ങിയവ അടക്കമുള്ള കറുത്ത കളർ സ്പോർട്സ് ബാഗ് കണ്ടുകിട്ടുന്നവർ അത് ഒഫീഷ്യൽസിനെയോ നമ്മുടെ ഓഫീസിലോ ഏൽപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. മെഡൽ പകരം നൽകാമെന്ന കാര്യം ഹാഷിമിനെ അറിയിച്ചു. ഇതിൻ്റെ ഒരു കവറേജ് ലഭിക്കുമ്പോൾ ഹാഷിമിന് നഷ്ടമായ ബാഗ് തിരികെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ആരുടെ ബാഗാണെന്നൊന്നും അവർ മനസ്സിലാക്കി കാണില്ല കിട്ടിയവർ. കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ സഞ്ജയ് കുമാർ IAS ഒരു പ്രതികരണം വന്നിട്ടുണ്ട്.
PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം യൂണിയൻ സർക്കാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം PMC പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ സർവശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട് അനുവദിക്കുന്നു എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഞാനടക്കമുള്ളവർ നേരിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു സമ്മതപത്രം കേരളം നൽകുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, റാണി ജോർജ് സമ്മതപത്രം നൽകിയെന്നുള്ള പേര്. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നിർബന്ധമായും നടപ്പാക്കണം എന്നതില്ല എന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നിർബന്ധമായും നടപ്പാക്കണം എന്നതില്ല എന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. PMC നടപ്പാക്കിയ മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവം കേരളം പഠിച്ചു. സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കേരളത്തിനുണ്ട്. അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യത്തെയും PMC ധാരണാപത്രം തടയുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ സഞ്ജയ് കുമാർ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രതികരണം ഇക്കാര്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് നിർബന്ധമല്ല എന്ന ഉറപ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്നത്. സ്വർണം നേടിയ കുട്ടികളുണ്ട്, റെക്കോർഡ് ബ്രേക്ക് ചെയ്ത കുട്ടികളുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാം. അല്ല, റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വർണം വരില്ലേ? അത് കൊടുത്തേക്ക്, അത് നോക്കാം. നോംസ് അതിലെ നോംസ് തയ്യാറാക്കണം, നമ്മുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാക്കണം, വില്ലേജ് ഓഫീസറെ കൊണ്ട് ഒരു അന്വേഷണം നടത്തണം, നമ്മുടെ DO ചെന്ന് അന്വേഷണം നടത്തണം, പഠിക്കുന്ന സ്കൂളിലെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രിൻസിപ്പാളിൻ്റെ അല്ല HMൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യം വെച്ചെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി DGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഇല്ല, ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തോന്നിയ പദ്ധതിയാണ്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യം, നിങ്ങളെല്ലാം സ്പോർട്സിൻ്റെ ആൾക്കാരായിട്ടാണ് താല്പര്യമില്ലാത്തത്. 2-3 കാര്യങ്ങളിലുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒന്ന്, PMC പദ്ധതി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിൻ്റെതായ സിലബസുമായി മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുക. ഞാനിത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. 2, ഈ MOUയിൽ ഒപ്പുവെച്ചതിൻ്റെ പേരിൽ ഇനി ഇത് വേറെ ഒന്നും നമുക്ക് ഒരു കാലഘട്ടത്തിലും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു സംശയമുണ്ട്. ചില പത്രങ്ങളിലൂടെ കണ്ട് MOUയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇരു കക്ഷികളും തമ്മിൽ ആശയവിനിമയം നടത്തി അതിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ് കാര്യങ്ങൾ എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഇരു കക്ഷികൾക്കും കോടതിയിലും പോകാം. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര ഈ പ്രോജക്റ്റിന് ആകെ നേതൃത്വം കൊടുക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് കുമാർ IAS എന്ന് പറയുന്നത്, സീനിയർ IAS ഓഫീസറാണ്. അദ്ദേഹം പറയുന്നു, NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു സംസ്ഥാനത്തിനെയും ഞങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത്രയും ക്ലാരിഫിക്കേഷൻ വന്നതോടുകൂടി കാര്യങ്ങളിൽ ഒരു തീർപ്പ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വകുപ്പിൻ്റെ അനുമതിയോട് എന്ന് ഒപ്പിട്ടതാണ്. വകുപ്പ് മന്ത്രിക്ക് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് കൃഷി വകുപ്പ് അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ ഉദാഹരണം ആരോഗ്യവകുപ്പ് ഒപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ GR അനിലിൻ്റെ വകുപ്പ് ഒപ്പിട്ടിട്ടുണ്ട്. അവരുടെ പദ്ധതികൾ, പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടിട്ടുണ്ട്. അതെല്ലാം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ എന്ന് തന്നെയാണ് അതിൻ്റെ എല്ലാം പേരെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ അത് കൊണ്ടുവന്നിട്ടില്ല. ഇത് മന്ത്രിസഭാ യോഗത്തിൽ 2 പ്രാവശ്യം കൊണ്ടുവന്നു. അതിനുശേഷം ഒരു അടിയന്തര സ്വഭാവം വന്നപ്പോൾ പെട്ടെന്ന് ഇത് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, 17-ാം തീയതി നമ്മൾ ഒപ്പിട്ടില്ല.
രണ്ട് കൂട്ടരും കൂടെ ഒപ്പിട്ടാലേ ഒരു എഗ്രിമെൻ്റ് ആവുള്ളൂ. എഗ്രിമെൻറ്റ് MOU ആയിട്ടില്ല. ഇപ്പം ഞാനും നിങ്ങളോട് ഒരു MOU ഒപ്പിടണമെങ്കിൽ ഞാൻ ആദ്യം ഒപ്പിട്ട് വെച്ചിരുന്ന അത് MOU ആവില്ലല്ലോ. അല്ല, അതെന്തായാലും പിന്നെ ക്യാബിനറ്റ് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പാണല്ലോ അത് മൂവ് ചെയ്ത്. അല്ല, അതല്ലല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെന്താ അതൊക്കെ നമ്മളെ നേതാക്കന്മാർ അതെല്ലാം ചെയ്യും. അത് അവർ CPI പിന്നെ രാഷ്ട്രീയ ശത്രുക്കളോ അല്ലല്ലോ. ഞങ്ങളെല്ലാം പിന്നെ സഹോദര പാർട്ടിയല്ലേ. അങ്ങനെ ഒരു ശത്രുതയൊന്നും കാണിക്കണം. ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുക. അതല്ലേ ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞാൽ. അത് ആ പ്രോസസ്സ് ഇവിടെ നടക്കും.